നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാൻ തകർക്കുകയാണ്, മിന്നിക്കുകയാണ്, പൊളിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നലെ ഒരേ സമയം വിവിധയിടങ്ങളിൽ ഓപ്പറേഷൻ തൂഫാൻ. ഇന്നലെ മാത്രം പോലീസ് എടുത്തത് 109 കേസുകൾ. 131 പേർ ഇന്നലെ അറസ്റ്റിലായി. തൃശൂരിൽ MDMA കൈവശം വെച്ച ഒരു വലിയ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ 2 യുവതികളും. സുന്ദരികളാണ് യുവതികൾ. ചൂണ്ടൽ സ്വദേശിനിയായ വിദ്യ അനസ്തീഷ്യ ടെക്നീഷ്യനാണ്. ശസ്ത്രക്രിയകൾക്ക് മുൻപും ശസ്ത്രക്രിയയ്ക്ക് ശേഷവും അതീവ ജാഗ്രതയോടെ ജോലി ചെയ്യേണ്ട യുവതി. ഡാൻസ് ആപ്പ് ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഈ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. വിദ്യയുടെ കയ്യിൽ MDMA ഉണ്ട് എന്ന് കൃത്യമായ ഇൻഫർമേഷൻ ഡാൻസ് ഓഫ് ടീമിൻ്റെ കയ്യിൽ. യുവതിയുടെ ദേഹപരിശോധന അടക്കം നടത്തി. MDMA കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അവരുടെ രഹസ്യഭാഗത്ത് നിന്നാണ് MDMA കണ്ടെത്തിയത്. ഡാൻസ് ഓഫ് ടീമിന് പോലും സങ്കടം തോന്നി. നല്ല മിടുമിടുക്കിയായ സുന്ദരിയായ അനസ്തീഷ്യ ടെക്നീഷ്യൻ എന്തിനാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് അവരോട് പോലീസ് ചോദിച്ചു. ജോലി ചെയ്യുമ്പോൾ ഉറക്കം വരാതിരിക്കാനാണ് താൻ MDMA ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് യുവതി മൊഴി നൽകി. ദൈവമേ, ആ പോലീസുകാർ പോലും ഭയന്നുപോയി. സർജറിക്ക് മുൻപ് അനസ്തേഷ്യ നൽകേണ്ട ഡോക്ടറുടെ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു യുവതിയാണിവർ. അനസ്തേഷ്യയൊക്കെ നൽകി സർജറിക്ക് ശേഷം രോഗിയെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ടവൾ. അവർ MDMA ഒക്കെ അടിച്ച് ഇത്തരം ജോലി ചെയ്യുമ്പോൾ എന്തായിരിക്കും രോഗികളുടെ അവസ്ഥ? MDMA ഉപയോഗിച്ചു തുടങ്ങിയതോടെ പിന്നീട് ഇത് നിർത്താൻ വയ്യാത്ത അവസ്ഥയിലായി എന്ന് വിദ്യ പറഞ്ഞു. പോലീസ് ഇപ്പോൾ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് എന്ന് തനിക്കറിയാം. എന്നാൽ ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് താൻ പോലീസ് പരിശോധന ഭയന്ന് രഹസ്യഭാഗത്ത് MDMA ഒളിപ്പിച്ചു വച്ചത്. വിദ്യ മാത്രമല്ല, മറ്റൊരു യുവതിയും തൻ്റെ രഹസ്യഭാഗത്താണ് MDMA സൂക്ഷിച്ചു വച്ചത്. ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അനസ്തേഷ്യ നൽകുന്നതിനും അതിനുള്ള ഉപകരണങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുന്നതിനും ഡോക്ടർമാരെ സഹായിക്കുന്ന വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകരാണ് അനസ്തേഷ്യ ടെക്നീഷ്യന്മാർ. ഇക്കഴിഞ്ഞ ദിവസം 320 ഗ്രാം MDMAയുമായി 2 യുവതികളടക്കം 5 പേർ പിടിയിലായി. പിടിയിലായ അനസ്തേഷ്യ ടെക്നീഷ്യൻ വിദ്യയുടെ ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവർ. ഇവർക്കൊരു കുഞ്ഞുമുണ്ട്. 4 പേരടങ്ങുന്ന സംഘം പാലക്കാട് മുതലമടയിലെ ഒരു റിസോർട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ പക്കൽ MDMA ഉണ്ട് എന്ന രഹസ്യ വിവരം. അടിവസ്ത്രത്തിൽ MDMA ഒളിപ്പിച്ച നിലയിലാണിവർ യാത്ര ചെയ്യുന്നത് എന്ന വിവരവും പോലീസിന് ലഭിച്ചു. അടിവസ്ത്രം അഴിച്ചു പരിശോധിച്ചിട്ടും MDMA കണ്ടില്ല. പിന്നീട് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ MDMA കണ്ടെടുത്തു. യുവതികളും 3 യുവാക്കളും MDMA ഉപയോഗിക്കാനാണ് മുതലമടയിലെ റിസോർട്ടിലെത്തിയത്. റിസോർട്ടിലെത്തി MDMA ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അവർ യാത്ര തിരിച്ചു. പിന്നീടുള്ള ഉപയോഗത്തിനാണ് ഇവർ ബാക്കി MDMA കരുതി വച്ചത്. ഇവർ ലഹരിക്കടത്ത് ചങ്ങലയിലെ ചില കണ്ണികൾ മാത്രമാണെന്ന് പോലീസ് പറയുന്നു. കാക്കശ്ശേരി സ്വദേശി ഷിഫാസ്, നമ്പഴിക്കോട് സ്വദേശി ജിഷ്ണു, ഗുരുവായൂർ സ്വദേശികളായ വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരെയാണ് രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുതലമടയിൽ നിന്ന് തൃശൂരിലേക്ക് പോരുമ്പോൾ വാണിയംപാറയിൽ വെച്ച് ഇവർ അറസ്റ്റിലായി. പരിശോധനയിലാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച MDMA കണ്ടെടുക്കുന്നത്. പിന്നീട് പണ്ടാരക്കാടുള്ള ഷിഫാസിന്റെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 18 ഗ്രാം MDMA. പോലീസ് എത്തുന്നതിന് മുൻപ് ഷിഫാസിന്റെ സുഹൃത്ത് സുമേഷ് വീട്ടിൽ നിന്ന് MDMA മാറ്റിയതായും പോലീസിന് വിവരം ലഭിച്ചു. പാലക്കാട് ചാവക്കാട് പഞ്ചാരമുക്കിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിൽ നടത്തിയ റെയ്ഡിലാണ് തുടർന്ന് 300 ഗ്രാം MDMA കണ്ടെടുക്കുന്നത്. പ്രതികളുടെ കോൾ റെക്കോർഡും ചാറ്റിങ്ങും പരിശോധിച്ച് വലക്കണ്ണിയിലെ പ്രമുഖരെ അഴിക്കുള്ളിലാക്കുമെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 7 ഗ്രാം MDMAയുമായി ഒരാൾ പിടിയിൽ. തുമ്പ ആറാട്ടുവഴി സ്വദേശി ഷാറൂൺ ജേക്കബ് എന്ന 29-കാരൻ. ഇയാളുടെ വീട്ടിൽ നിന്ന് 7 ഗ്രാം MDMA കണ്ടെടുത്തു. ലഹരി ഉപയോഗിക്കുന്നതിനുള്ള സിറിഞ്ചുകളും കഞ്ചാവ് വലിക്കുന്നതിനുള്ള പ്രത്യേക ഉപകരണവും 40,000 രൂപയും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. മുൻപും ഇയാൾ ലഹരി കേസിൽ പിടിയിലായിട്ടുണ്ട്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം പഴയ കലാപരിപാടി അങ്ങ് തുടങ്ങി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്ഥിരം ലഹരി കച്ചവടക്കാരെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും ശക്തമായ നിരീക്ഷണം. ഇവറ്റകൾ അനങ്ങിയാൽ പിടികൂടുമെന്ന് പോലീസ് പറയുന്നു. തൃശൂരിൽ 5 സംഘത്തെ കുടുക്കിയത് സബ് ഇൻസ്പെക്ടർ വിജിത്തിന്റെ ടീമംഗങ്ങളും ചേർന്നാണ്. PG പോലീസ്, ഹൈവേ പോലീസ് എന്നിവരോടൊപ്പം നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷൻ. കണ്ണൂരിൽ കാറിൽ കഞ്ചാവ് കടത്തിയ 3 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്തത് 30 കിലോ കഞ്ചാവ്. കൂത്തുപറമ്പിന് സമീപം നീർവേലിയിൽ വെച്ചാണ് രാത്രി 10 മണിയോടെ പോലീസ് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്തത്.
കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഡാൻസ് ഓഫ് ടീമും കൂത്തുപറമ്പ് പോലീസും ചേർന്നാണ് ഇവരെ കുടുക്കിയത്. കർണാടകയിൽ നിന്നും കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഈ കാറിനെ പിടികൂടിയത്. എറണാകുളം, തൃശൂർ, കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നിരവധി കരിയർമാരുടെ വിവരങ്ങളും ഇപ്പോൾ ഡാൻസ് ഓഫ് ടീമിന് ലഭിച്ചു. സുന്ദരികളായ യുവതികൾ അവർ സാധാരണക്കാരായ യുവാക്കളെ തങ്ങളുടെ വലയിലേക്ക് ആകർഷിക്കും. പ്രണയത്തിലാണ് ഇത്തരം ചതിക്കുഴികൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. പ്രണയം മൂത്ത് ഈ സംഘത്തിലുള്ള യുവതികൾ യുവാവിനോട് പറയും, നമുക്ക് ബംഗളൂരുവിൽ പോയി ഒന്ന് അടിച്ചു പൊളിച്ചു വരാം. അങ്ങനെ ഈ യുവതിയും യുവാവും നേരെ ബംഗളൂരുവിലേക്ക്. ഇത്തരം നിരവധി യുവതികളാണ് എറണാകുളം, കോഴിക്കോട്, തൃശൂർ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നത്. വലയിൽ വീഴുന്ന പാവം സാധാരണക്കാരായ യുവാക്കളുമൊത്ത് നേരെ ബംഗളൂരുവിലേക്ക് പോകും. തിരികെ വരുമ്പോൾ ഈ യുവതികൾ തങ്ങളുടെ ദേഹത്ത് ലഹരി പദാർത്ഥങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കും. സാധാരണക്കാരായ യുവാക്കളാണ് ഇവരെ വഴിയരികിൽ വെച്ച് ഡാൻസ് ഓഫ് ടീമോ പോലീസോ ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ പോലീസിന് പോലും സംശയം തോന്നില്ല. കാരണം അവരുടെ നിഷ്കളങ്കമായ പെരുമാറ്റം. ബന്ധങ്ങൾ മുതലെടുത്തുകൊണ്ട് ഇത്തരം കരിയർമാർ പല ചതിക്കുഴികളും ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഓരോ യുവാക്കളും യുവതികളും കരുതിയിരിക്കുക. മാതാപിതാക്കൾ പ്രത്യേകിച്ച് തങ്ങളുടെ മക്കളെ ഇത്തരം നഗരങ്ങളിലേക്ക് അയക്കുമ്പോൾ കൂടുതൽ ജാഗ്രതയും പുലർത്തുക. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഒരേ സമയം കേരളത്തിന്റെ 14 ജില്ലകളിലും ശക്തമായ റെയ്ഡുകൾ നടന്നു. തലസ്ഥാനത്ത് വർക്കല, കാട്ടാക്കട, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ കൂട്ടത്തോടെ പിടിച്ചു. കഴക്കൂട്ടത്ത് MDMAയുമായി ഷാരോഡിനെ ഡാൻസ് ഓഫ് പിടികൂടുമ്പോൾ കാട്ടാക്കടയിലും മറ്റിടങ്ങളിലും മറ്റ് നിരവധി യുവാക്കൾ കുടുങ്ങി. കാട്ടാക്കടയിൽ അജിത്ത് എന്നയാളാണ് ലഹരി കച്ചവടത്തിൽ പോലീസിന്റെ വലയിലായത്. വാഹനം നിർത്താതെ പോയ ആളെ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് തോക്കും ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. വർക്കലയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ വടശ്ശേരിക്കോണം സ്വദേശി സതീഷ് മീഡിയം ക്വാണ്ടിറ്റി MDMAയുമായി പിടിയിൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 25 വരെ 4037 കേസുകൾ. വിവിധ ലഹരി കേസുകളിലായി 4340 പേർ അറസ്റ്റിൽ. 2203 ഗ്രാം MDMAയും 376 കിലോഗ്രാം കഞ്ചാവുമാണ് കണ്ടെടുത്തത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ 36 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കി. ഇതിലപ്പുറം രമേശ് ചെന്നിത്തല ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു വീഡിയോ ഏറെ നടുക്കമുണ്ടാക്കുന്നതാണ്. ഈ വീഡിയോയിലെ വസ്തുതകൾ. ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നാളെ മുതൽ ഡാൻസ് ഓഫ് ടീമും പോലീസും ചേർന്ന് സംഘടിപ്പിക്കും. കേരളത്തിൽ ഹോം സ്റ്റേകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ലഹരി കച്ചവടം നടക്കുന്നു എന്ന വിവരത്തെ തുടർന്നാണിത്. ഇക്കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു മിഠായി ഫാക്ടറി പോലീസ് പിടികൂടിയ സംഭവമാണ് രമേശ് ചെന്നിത്തല വിവരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മിഠായി ഫാക്ടറി ആയിരുന്നില്ല. ലഹരി മരുന്ന് കലർത്തിയ മിഠായികൾ. ലഹരി ഉൽപ്പന്നമായ കൂഡ്ലിപ്പ് ആണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ പിടികൂടിയത്. സ്കൂൾ കുട്ടികളെ ലക്ഷ്യമിട്ടാണ് ഈ ലഹരി മിഠായി. സാധാരണ മിഠായിയാണ് എന്ന് കരുതി കുട്ടികൾ ഇത് കഴിച്ചു തുടങ്ങും. പിന്നീട് ഇത് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് അവർ വീഴും. ഏറെ ക്രൂരമായ ചിന്തയിലാണ് ഇത്തരം മിഠായി ഫാക്ടറികൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഈ ലഹരി മാഫിയയോട് ഇനി എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് നിങ്ങൾ ഇത് വാങ്ങിക്കൊടുക്കുമോ? പിന്നെന്തിനാണ് മറ്റുള്ളവരുടെ മക്കളെ ഇങ്ങനെ കൊന്നു തിന്നുന്നത്? പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു തലമുറയെ നിങ്ങൾ ഇരുട്ടിലേക്ക് തള്ളിവിടുന്നു. ഈ മാഫിയയുടെ വേരറക്കുക തന്നെ ചെയ്യുമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ വീഡിയോ 1.5 ലക്ഷത്തോളം ലൈക്കുകൾ ഇതിനകം നേടിക്കഴിഞ്ഞു. ഏകദേശം 11,000-ഓളം മെസ്സേജുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. 19,000-ലധികം ഷെയറുകൾ. വൈറൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈറലായി രമേശ് ചെന്നിത്തലയുടെ ഈ വീഡിയോ. അതിലെ കണ്ടന്റ് ഏറെ നടുക്കമുണ്ടാക്കുന്നത്.